പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിശപ്പിനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ടോ അത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പാൻ കേക്ക് തന്നെയാണ്, വേറെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. മൈദപ്പൊടി വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇത്തിരിയും കൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്സ് വെച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു ബാറ്റർ 2 പഴത്തിനുള്ളത് ഉണ്ടാവും കേട്ടോ. എൻ്റെ ഇപ്പൊ 1.5 പഴമേ ഉള്ളൂ, നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തൊണ്ട് കളഞ്ഞ ശേഷം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തൊക്കെ ഇത്തിരി കനത്തി തന്നെ കട്ട് ചെയ്യാം കേട്ടോ. പിള്ളേരൊക്കെ പഴം കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ കൂടിയാണ് കേട്ടത്. കേക്ക് പോലെ അങ്ങ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചോളും. നിങ്ങൾ കണ്ടില്ലേ, ആ പഴം അല്ലാതെ കറുത്ത് ഇരുന്ന കേട് വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അത് ചെലവാക്കാൻ എന്തോ ഒരു വഴി എന്ന് ആലോചിച്ചിരുന്നപ്പോ എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ. പഴം ആദ്യം തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒരു പാൻ എടുത്ത ശേഷം അതിൽ 1 ടീസ്പൂൺ ഗീ ആണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ആ ഗീയിൽ പഴം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത്തിരി സമയം ഇട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ, അപ്പൊ പഴം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കാം. മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ബൗൾ എടുക്കാം. നമുക്ക് ബാറ്റർ റെഡി ആക്കാനാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. ഇതും കേക്ക് പോലെ തന്നെയാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണേ. എഗ്ഗും ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 3 മിനിറ്റ് എങ്കിലും കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ കേട്ടോ. വീണ്ടും ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിക്ക് പകരം ഓട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഓട്സ് പൊടിച്ചതാകുമ്പോൾ മൈദപ്പൊടിയിൽ ഇച്ചിരി കൂടി കൂടുതൽ വേണ്ടി വരും കേട്ടോ. ഫൈനലായിട്ട് മുട്ടയുടെ ആ സ്മെല്ലും ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച പഴം ഓരോന്നായിട്ട് ഇതേ രീതിയിൽ മുക്കി ചൂടായ പാനിലേക്ക് വെച്ചെടുത്ത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പാൻ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഇതേപോലെ ഓരോന്നോരോന്ന് വെച്ചെടുക്കാൻ. അപ്പൊ നിങ്ങളുടെ ഒത്തിരി പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാറ്റർ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴം തീറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പിള്ളേരെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൂട്ടി കൂട്ടി വെക്കണ്ട കേട്ടോ. ഓരോന്നോരോന്നായിട്ട് പല സ്ഥലത്തായിട്ട് വെച്ച് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ എൻ്റെ ബാറ്റർ അധികം ഉണ്ട്, പഴം കുറവാണ്. അതുകൊണ്ട് ഒക്കെ കൂടി ഒരുമിച്ച് അങ്ങ് നിരത്തി വെച്ചിട്ട് ഇതേപോലെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. സ്പൂണ് വെച്ച് വേണമെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അടിച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യും. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ അടുപ്പിൽ തീ കുറച്ചിട്ട് കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. ഒരുപാട് തീ കൂട്ടിയിടരുത്, അടിഭാഗം കരിഞ്ഞു പോകും. മറിച്ചിട്ട ശേഷം വീണ്ടും അടിച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് കുക്കായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കുക്കായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കോൽ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കാം. പ്ലെയിൻ ആയിട്ട് വരാന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിച്ചു വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. വെറുതെ പിസയൊക്കെ കട്ട് ചെയ്യുന്നവര് കട്ട് ചെയ്താലും മതി. ഇപ്പൊ ഇവിടെ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കേക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ബനാന ചേർക്കാണ്ടും ചെയ്യാം. ബനാന ചേർക്കാണ്ട് ശരിക്കും ഒരു ടീ കേക്ക് മാതിരി ആയി കിട്ടും. നല്ല സോഫ്റ്റ് ആട്ടോ. ബനാനയുടെ ആ ഭാഗം മാത്രം ഇച്ചിരി ബനാനയുടെ ആ ഒരു കട്ടി വരണോളൂ. ബാക്കി എല്ലായിടത്തും നല്ല സോഫ്റ്റ് ആണ്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഒരു വിശപ്പ് പറഞ്ഞ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കട്ടീസ് നമുക്ക് കഴിക്കാം കേട്ടോ. ഞാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെന്നുള്ളൂ. കട്ടീസ് ഒന്നും കളയാനല്ല. സ്വയം ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെ അതങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് വേറെ ആർക്കെങ്കിലും ഗസ്റ്റിന് കൊടുക്കാനോ ഭംഗിക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ലതാണ്. കട്ടീസൊക്കെ നമുക്കെടുത്ത് കഴിക്കാം. കണ്ടില്ലേ, അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആണ്. ഉണ്ടാക്കാനും ഒരു പാടില്ല. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.